KCBയുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി കൊല്ലം പിറവന്തൂരിലെ ജനങ്ങൾ സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ കടന്നുപോകുന്ന അപകടകരമായ വൈദ്യുത ലൈൻ മാറ്റി നൽകണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടിയില്ല. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ വലിയകാവ് ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെയാണ് വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത്. തേവലക്കര ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയുടെ മരണം കേരള മനസാക്ഷിയാകെ ഞെട്ടിച്ചതാണ്. ഈ സാഹചര്യത്തിൽ പിറവന്തൂരിലെ വലിയകാവ് ഗവൺമെന്റ് ഹൈസ്കൂൾ പരിസരത്തെ അപകടകരമായ വൈദ്യുത ലൈൻ അധ്യാപകരും രക്ഷിതാക്കളും ശ്രദ്ധിച്ചിരുന്നു. തുടർന്ന് KCB ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. എന്നാൽ അപകട സാധ്യത ചൂണ്ടിക്കാണിച്ചിട്ടും പിറവന്തൂർ സെഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. ഗവൺമെന്റ് ഹൈസ്കൂളായ വലിയകാവ് സ്കൂളിലെ HM KCBക്കാരോട് പരാതി പറഞ്ഞിട്ടും ഈ വിവരം റിപ്പോർട്ട് ചെയ്തിട്ടും ഇന്നേ ദിവസം വരെ യാതൊരു നടപടിയും ഈ KCB എടുത്തിട്ടില്ല. ഇത് KCB പിറവന്തൂർ സെക്ഷൻ പരിധിയിലെ KCBയുടെ പരിധിയിലുള്ളതാണ്. ലൈൻ പട്രോളിംഗ് അടക്കം നടത്തുന്നു എന്ന് KCB അവകാശപ്പെടുമ്പോഴും വീണ്ടും ഒരു ദാരുണ അന്ത്യം ഉണ്ടാകുന്നതുവരെ ഈ ഉത്തരവാദിത്തപ്പെട്ടവർ തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണ് ഇത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ വീഴ്ച വളരെ ഗുരുതരമായ വീഴ്ചയാണ് KCB അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഉൾനാടൻ മലയോര മേഖലയിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ക്ലാസുകൾ നടക്കുന്ന കെട്ടിടത്തിന് മുകളിൽ 2 അടി ഉയരത്തിലാണ് അപകടകരമായ രീതിയിൽ വൈദ്യുത ലൈൻ കടന്നുപോകുന്നത്. ശുചിമുറിയോട് ചേർന്നുള്ള മരത്തിന്റെ ചില്ല വൈദ്യുത ലൈനിൽ മുട്ടി നിൽക്കുന്നു. മഴ സമയത്ത് ഈ ശുചിമുറിയാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത്. അപകടമുണ്ടായാൽ സമയബന്ധിതമായി ചികിത്സ നൽകാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ. വഴിയുടെ ശോചനീയാവസ്ഥയും ആംബുലൻസുകളുടെ അഭാവമൊക്കെ നിലനിൽക്കുന്ന പ്രദേശം കൂടിയാണിത്. ഇത്തരം പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടും അനാസ്ഥ തുടരുന്ന KCB ഉദ്യോഗസ്ഥർക്കെതിരെ രക്ഷിതാക്കളും രംഗത്തെത്തിയിരിക്കുകയാണ്. ജനം, കൊല്ലം.